യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവിടെ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ഇത്രയൊക്കെ ആയിട്ട് ഞാനും ഭാവനയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ പണം മാത്രമല്ല, എന്റെ വ്യക്തിത്വം, എന്റെ നിലനിൽപ്പ്, എന്റെ ബിസിനസ് സാമ്രാജ്യം എല്ലാം ഭാവനയ്ക്ക് കൂടി അവകാശപ്പെട്ടതാ. അമ്മ ഇപ്പോഴും സ്റ്റാറ്റസും സമ്പത്തും നോക്കിയാ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കുന്നതെന്ന് അറിയാം. അതൊക്കെ വെറുതെ ആണെന്നുള്ള സത്യം ഇനിയെങ്കിലും അമ്മയൊന്നും മനസ്സിലാക്കണം. അമ്മ നോക്കിക്കോ, അമ്മ ഭാവനയെ മരുമകളായിട്ട് സ്വീകരിക്കുകയും ചെയ്യും, ഞങ്ങളുടെ മക്കളെ അമ്മ താലോലിക്കുകയും ചെയ്യും. സൂര്യ, മതി. ഇതിൽ കൂടുതലൊന്നും നീ പറയണമെന്നില്ല. അതെന്തിനാ ജയ? നിനക്കെന്തും പറയാമെങ്കില് ഇവന്റെ ആഗ്രഹം ഇവനും പറയാം, അതിലൊരു തെറ്റൂല. ഓഹോ, അപ്പൊ അച്ഛനും മോനും കൂടി എന്നെ തോൽപ്പിക്കാനായിട്ട് നിൽക്കുക. എന്നാ പിന്നെ നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഇപ്പൊ തന്നെ ഭാവനയുടെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് അവളോട് തന്നെ ചോദിക്കാം. എന്താ അമ്മേ? അമ്മ ചെല്ല്. എങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ ഇറങ്ങും. അയ്യോ, എന്റെ മോൻ അത്രയ്ക്ക് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. നീ ഭാവനയെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, അതായി എല്ലാവർക്കും നല്ലത്. എന്താ അമ്മ ഇത്? ഞാൻ അമ്മയോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞോ? പറയാതെ തന്നെ പോകുന്നതല്ലേ എനിക്ക് നല്ലത്. സ്വന്തം അമ്മയെക്കാളും വലുത് നിനക്ക് ഭാവനയാണല്ലോ. എന്താ ചെയ്യത്? എന്തിനാ നിനക്ക് വീണ്ടും ഈ വാശി? ഇവന്റെ നന്മയല്ലേ നമുക്ക് വലുത്. അങ്ങനെ ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ഇവനോട് സംസാരിച്ചത്. പണ്ടൊക്കെ ഒരു ഷർട്ട് എടുത്താലും ചപ്പൽ എടുത്താലും ടോയ് എടുത്താലും അത് എനിക്ക് ഇഷ്ടപ്പെടണം, എന്നാലും ഇവൻ അത് വാങ്ങും. ആ നമ്മുടെ മോന ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പോ എനിക്കിഷ്ടമില്ലാത്ത ഭാവനയെ ഇവൻ ഭാര്യയാക്കാൻ നടക്കും.